2.4 data reduction ആണ് data cube aggregation attribute subset selection. So data reduction എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത് ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റ ആയിരിക്കും. സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ കുറെ ടൈം എടുക്കും ഇത് റൺ ചെയ്ത് വരാനായിട്ട്. സോ ഒപ്റ്റെയിൻ ദ റെഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ, നമുക്ക് വേണ്ടിയിട്ടുള്ള സ്മോളർ എമൗണ്ട് ഓഫ് ഡേറ്റ മാത്രം എടുക്കുന്നതിനെയാണ് ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റ റിഡക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്യൂബ് അഗ്രഗേഷൻ, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ, ഡേറ്റ കംപ്രഷൻ, ന്യൂമറോസിറ്റി റിഡക്ഷൻ, ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ. സോ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ ആണ് ഡേറ്റ ക്യൂബ് അഗ്രഗേഷൻ. ഡേറ്റ ക്യൂബ് അഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെവൽ ഓഫ് ഡേറ്റ ക്യൂബ് ആണ്. നമ്മൾ ബേസ് ക്യൂബോയിഡ് ഒക്കെ പഠിച്ചതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. സോ അഗ്രഗേറ്റഡ് ഡേറ്റ ഫ്രം എ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. സോ കസ്റ്റമർ ഇൻ എ ഫോൺ കോളിംഗ് ഡേറ്റ, കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആണ്. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് അഗ്രഗേഷൻ ഇൻ എ ഡേറ്റ ക്യൂബ് ഉണ്ട്. ഫർദർ റെഡ്യൂസ് ദ സൈസ് ഓഫ് ഡേറ്റ ടു ഡീൽ വിത്ത്. പിന്നെ റെഫറൻസ് യൂസ് എ സ്മോളർ റെപ്രസെന്റേഷൻ വിച്ച് ഈസ് ഇനഫ് ടു സോൾവ് ദ ടാസ്ക്. ചെറിയ മീൻസ് ഡേറ്റ ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടാസ്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് ഒരു ഇലക്ട്രോണിക് സെയിൽസിന്റെ പല 2002, 3, 4 എന്ന് പറയുന്ന വർഷങ്ങളിലെ ഡേറ്റ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ളൊരു അഗ്രിഗേറ്റഡ് ഒരു സമ്മറൈസ്ഡ് ഡേറ്റ മാത്രം മതി. സോ അതിൽ നിന്ന് നമുക്ക് എന്താ ടോട്ടൽ സെയിൽസ് പെർ ഇയർ ഇൻസ്റ്റെഡ് ഓഫ് പെർ ക്വാർട്ടർ. ഇവിടെ നമ്മൾ ക്വാർട്ടേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഒരു ഇയറിലെ സെയിൽസ് ഒറ്റൊരു ടേബിൾ ആയിട്ട് ഓരോ വർഷത്തെ കിട്ടുന്നത്. അങ്ങനെ ഒരു അഗ്രിഗേറ്റ് ചെയ്യുന്നതാണ്, സ്മോളർ വോളിയത്തിലോട്ട് ഡേറ്റനെ മാറ്റുന്നതാണ് ഡേറ്റ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ ക്യൂബ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ടാവും. ബേസ് ക്യൂബോയിഡ് ഉണ്ട്, അപ്പെക്സ് ക്യൂബോയിഡ് ഉണ്ട്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവലാണ്. പിന്നെ അത് നമ്മളിങ്ങനെ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കുറച്ച് വാല്യൂസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബേസും ഒരു അപ്പെക്സും ഒക്കെ വരും. ഇനി ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. സോ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട മിനിമം സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ടാവും, പല പല വാല്യൂസ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഉള്ളതിന് മാത്രം സെലക്ട് ചെയ്യലാണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്. മീൻസ് അത് ഏതൊക്കെയാണ്? സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ, സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് സെലക്ഷൻ, കമ്പൈൻഡ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് സെലക്ഷൻ, ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ. സോ സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ A1, A2, A3, A4, A5, A6 എന്ന് പറഞ്ഞൊരു ഫുൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി നമുക്ക് എന്താ ഈ ബ്രേസസ് മാത്രം ഉണ്ടാവും. ആ ബ്രേസസിൽ നിന്ന് ഫസ്റ്റ് ഓരോ എലമെന്റ്സിനെ ആഡ് ചെയ്യുക. അതിനുശേഷം റെഡ്യൂസ് ദ ആട്രിബ്യൂട്ട് സെറ്റ്. ആട്രിബ്യൂട്ട് സെറ്റിനെ റെഡ്യൂസ് ചെയ്യും. സോ നമുക്ക് A1, A4, A6 അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഡേറ്റ മാത്രം പ്രൊഡ്യൂസ് സ്റ്റാർട്ട് വിത്ത് ആൻ എംപ്റ്റി ആട്രിബ്യൂട്ട്. ദ ബെസ്റ്റ് ഒറിജിനൽ ആട്രിബ്യൂട്ട് ഈസ് ഡിറ്റർമൈൻഡ്. നമുക്ക് വേണ്ട ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് എടുക്കുക ആൻഡ് ആഡ് ടു ദ റെഡ്യൂസ്ഡ് സെറ്റ്. വേണ്ട ഇതിൽ ആവശ്യമുള്ളത് മാത്രം ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് മാത്രം ഒരു സെറ്റിലോട്ട് മാറ്റുന്നതാണ് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ. അപ്പൊ അത് ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. ബിഗിൻ ചെയ്യുക, ഇനീഷ്യലൈസ് ദ റെഡ്യൂസ്ഡ് ആട്രിബ്യൂട്ട് എംപ്റ്റി സെറ്റ് റെഡി ചെയ്യുക. പിന്നെ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് ഡസ് ദ സെലക്ടഡ് ആട്രിബ്യൂട്ട് എക്സ്പെക്ടഡ് സ്റ്റോപ്പിംഗ് ത്രെഷോൾഡ്. അവിടെ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ബെസ്റ്റ് ആട്രിബ്യൂട്ടിനെ സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ ഫുൾ ഇനീഷ്യൽ ആട്രിബ്യൂട്ട്സ് എല്ലാം എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത ബെസ്റ്റ് ആണെന്ന് തോന്നാത്ത വാല്യൂസിനെ എന്ത് ചെയ്യുക? എടുത്ത് അതിൽ നിന്ന് മാറ്റുക. അതാണ് എന്ത്? ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ. കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർവേഡ് സെലക്ഷനും വരും, ബാക്ക്വേർഡ് സെലക്ഷനും വരും. ഇതൊരു എഫിഷ്യന്റ് വേ ആണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ ട്രീ. ഒരു ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞ ഒരു ഫ്ലോ ചാർട്ട് വൈസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അപ്പൊ നമുക്ക് ഇതിനൊരു മിഡിൽ വാല്യൂ എടുക്കും. അപ്പൊ A4 എടുക്കണമെങ്കിൽ നമുക്ക് അതിന് A1ഉം A6 ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 1, ക്ലാസ് 2 അതിന്റെ ഒരു റെഡ്യൂസ്ഡ് ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഡിസിഷൻ ട്രീ. അപ്പൊ നമുക്ക് ഏത് ക്ലാസ് എടുത്താൽ എന്ത് വാല്യൂ കിട്ടും എന്നുള്ളത് ആ ഒരു ട്രീന്ന് മനസ്സിലാക്കാൻ പറ്റും.